ഹായ് ഫ്രണ്ട്സ്, R4iയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹൗസ് ഹോൾഡ് രംഗത്തായാലും അല്ലെങ്കിൽ കമേഴ്ഷ്യൽ യൂസിലായാലും എവിടെയൊക്കെ നമ്മൾ പൂട്ടുകൾ ഉപയോഗിക്കുന്നുണ്ടോ അഥവാ ലോക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കുന്ന നമ്മുടെ മനസ്സിലാദ്യമായി ഓടിയെത്തുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഗോദ്രേജ്. അൽദേശർ ഗോദ്രേജ് എന്ന് പറയുന്ന ഒരു പഴയകാല ബിസിനസ്മാനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഫിറോസ് ഷാ ഗോദ്രേജും ചേർന്ന് 1897 ഗോദ്രേജ് എന്ന ബിസിനസ് സാമ്രാജ്യത്തിന് തുടക്കമിട്ടത്. അൽദേശർ ഗോദ്രേജിന് മക്കളില്ലായിരുന്നു. ഫിറോസ് ഷാ ഗോദ്രേജിന് 4 മക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിറോസ് ഷായുടെ ആ 4 മക്കൾ കമ്പനിയുടെ പിന്തുടർച്ച അവകാശികളായി. ആ 4 പേരാണ്, ഒന്ന് സൊഹറാബ്, മറ്റൊന്ന് ദോസ, മറ്റൊന്ന് നാവൽ, മറ്റൊന്ന് ബുർജോർ. അപ്പോൾ ഈ 4 മക്കളിൽ സൊഹറാബിന് കുട്ടികളുണ്ടായിരുന്നില്ല. ദോസക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു, റിഷാദ് എന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ കമ്പനി ഓട്ടോമാറ്റിക്കലായി ബർജേഴ്സിൻ്റെ മക്കളായ ആദിയുടെയും നാദിറിൻ്റെയും കയ്യിലും അതുപോലെ നവലിൻ്റെ മക്കളായ ജംഷീദ്, സ്മിത എന്നിവരുടെ കയ്യിലും വന്നു ചേർന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ നാം കാണുന്നത് ഗോദ്രേജിൻ്റെ ബിസിനസ് ഗ്രൂപ്പ് ഫാമിലി എന്ന് പറയുന്നത് ഈ ജംഷീദിൻ്റെ ഫാമിലിയും സ്മിതയുടെ ഫാമിലിയും നാദിറിൻ്റെ ഫാമിലിയും ആദിയുടെ ഫാമിലിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ 4 ഫാമിലിയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ജോയിൻറ്റ് ഫാമിലി ബിസിനസ് ഗ്രൂപ്പായി മുന്നോട്ട് പോവുകയായിരുന്നു ഈ കമ്പനിയിൽ. കഴിഞ്ഞ ദിവസം ഏപ്രിൽ 30 ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ മാന്യമായ രീതിയിൽ ഒരു തർക്കവുമില്ലാതെ തങ്ങളുടെ സ്വത്തുക്കൾ വീതം വെച്ചെന്നും ഗോദ്രേജ് ഗ്രൂപ്പ് കമ്പനികളുടെ ഓണർഷിപ്പിൽ ചെറിയ മാറ്റങ്ങൾ വരികയാണെന്നും ഗ്രൂപ്പ് 2 വിഭാഗങ്ങളായി തിരികുകയാണെന്നും ആ അനൗൺസ്മെൻറ്റിൽ പറയുന്നു. അപ്പോൾ ഗോദ്രേജ് ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ധാരണ പ്രകാരം ഉണ്ടായിട്ടുള്ള 2 ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നിൻ്റെ പേര് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പ് എന്നും അഥവാ GIG, മറ്റൊന്ന് ഗോദ്രേജ് എൻ്റർപ്രൈസസ് ഗ്രൂപ്പ് എന്നുമാണ് അഥവാ GEG. അപ്പോൾ ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പിലാണ് ഗോദ്രേജിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളായിട്ടുള്ള ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഗോദ്രേജ് അഗ്രോവേറ്റ് ആൻഡ് ആസ്റ്റക് ലൈഫ് സയൻസ് പോലെയുള്ള കമ്പനികൾ ഈ ഒരു ഗോദ്രേജ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഈ ഇൻഡസ്ട്രീസ് ഗ്രൂപ്പിനെ നാദിർ ഗോദ്രേജ് ആണ് നയിക്കുക. അദ്ദേഹമായിരിക്കും അതിൻ്റെ ചെയർപേഴ്സൺ. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അദ്ദേഹത്തിൻ്റെ നേർ സഹോദരനായ ആദിയുടെ ഫാമിലിയും ചേർന്നായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോവുക. അപ്പോൾ ആദി ഗോദ്രേജിൻ്റെ മകൻ ഫിറോസ് ഷാ ഗോദ്രേജ് ആയിരിക്കും ഈ ഇൻഡസ്ട്രീസ് ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ. അപ്പോൾ 2026 വരെ അദ്ദേഹം വൈസ് ചെയർപേഴ്സൺ ആയിരിക്കും. നാദിർ ഗോദ്രേജ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് 2026 മാറുമ്പോൾ ഇദ്ദേഹം അവിടെ ചെയർപേഴ്സണായിട്ട് അവരോധിക്കപ്പെടും എന്നാണ് ഈ അനൗൺസ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള 5 ലിസ്റ്റഡ് സ്റ്റോക്കുകളിൽ ഒന്ന് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റാണ്. FMCG പ്രൊഡക്റ്റ് സെക്ടറിൽ വരുന്ന ഈ കമ്പനി ഹൗസ് ഹോൾഡ് കൺസ്യൂമർ പ്രൊഡക്ട്സും അതുപോലെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സും നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലാർജ് ക്യാപ് കമ്പനിയാണ്. ഈ കമ്പനി 1,27,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ്. ഒരു വർഷത്തെ റിട്ടേൺ 33%. കഴിഞ്ഞ 5 ദിവസത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ വാർത്ത വന്നതിന് ശേഷം ഈ സ്റ്റോക്കിൽ 4% അപ്സൈഡ് മൂവാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. മറ്റൊരു സ്റ്റോക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് ആണ്. ഈ സ്റ്റോക്ക് റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ള ഒരു മാർക്കറ്റ് ലീഡിംഗ് കമ്പനിയാണ്. 71,458 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള മറ്റൊരു ലാർജ് ക്യാപ് സ്റ്റോക്കാണിത്. ഒരു വർഷത്തെ റിട്ടേൺ 93%. 5 ദിവസത്തെ 0.5% ഒരു അപ്സൈഡ് മൂവാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി ഗോദ്രേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന മൂന്നാമത്തെ കമ്പനി, ഇതൊരു ഹോൾഡിംഗ് കമ്പനിയാണ്. ഓലിയോ കെമിക്കൽ ഉൽപ്പാദന രംഗത്തെ ഒരു ലീഡിംഗ് കമ്പനിയാണ് ഈ ഗോദ്രേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പ് 29,250 കോടിയുള്ള ഈ കമ്പനി കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ 93%. കഴിഞ്ഞ 5 ദിവസത്തെ ട്രേഡിംഗ് സെഷനിൽ 1% അപ്സൈഡ് മൂവാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുക. അടുത്ത സ്റ്റോക്ക് ഗോദ്രേജ് അഗ്രോവേറ്റ് ലിമിറ്റഡ് ആണ്. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. അഗ്രികൾച്ചർ ബിസിനസ് രംഗത്തുള്ള ഒരു കമ്പനിയാണിത്. ഈ ഒരു മേഖലയിൽ ആനിമൽ ഫീഡ്, ക്രോപ്പ് പ്രൊട്ടക്ഷൻ, അതുപോലെ ഓയിൽ ഫാം, അതുപോലെ ഡയറി ആൻഡ് പൗൾട്രി പ്രോഡക്ട്സ്, അതുപോലെ പ്രോസസ്ഡ് ഫുഡ്സ് തുടങ്ങിയ മേഖലയിൽ അത്യാവശ്യം മാർക്കറ്റ് പൊസിഷൻ ഉള്ള ഒരു കമ്പനിയാണ് ഗോദ്രേജ് അഗ്രോവേറ്റ് ലിമിറ്റഡ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 10,655 കോടിയാണ്. കഴിഞ്ഞ ഒരു വർഷം ഈ കമ്പനി നൽകിയ റിട്ടേൺ 24%. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ 1% അപ്സൈഡ് മൂവാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത്.
ആസ്റ്റക് ലൈഫ് സയൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് അഞ്ചാമത്തെ സ്റ്റോക്ക്. ഈ കമ്പനി അഗ്രോ കെമിക്കൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ ബൾക്ക് ഫോർമുലേഷൻ 24ഓളം രാജ്യങ്ങളിൽ കയറ്റുമതിയും ചെയ്യുന്ന ഒരു ബിസിനസ് ടു ബിസിനസ് കമ്പനിയാണ്. ഇവരുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് നോർമൽ മാർക്കറ്റിൽ കാണാൻ കഴിയില്ല. കാരണം ബിസിനസ് ടു ബിസിനസ് ഡീലിങ്സ് മാത്രമാണ് ഈ കമ്പനി ചെയ്യുന്നത്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 2416 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ഒരു വർഷത്തെ റിട്ടേൺ -10%, 5 ട്രേഡിംഗ് സെഷനിലെ റിട്ടേൺ -2%. ഇവിടെ പറഞ്ഞ 4 കമ്പനികൾ എടുത്താലും ഈ ഒരു കമ്പനി മാത്രമാണ് മൈനസ് റിട്ടേൺ നൽകിയിട്ടത്. കെമിക്കൽ സെക്ടറിലെ ഒരു മാന്ദ്യം ഈ സ്റ്റോക്കിനെ നന്നായി ബാധിച്ചിട്ടുണ്ടെന്ന് കാണാം. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗോദ്രേജിൻ്റെ ഈ 5 സ്റ്റോക്കുകളിൽ 2 സ്റ്റോക്കുകൾ, ഇപ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസും ഗോദ്രേജ് ഇൻഡസ്ട്രീസും തകർപ്പൻ റിട്ടേണിലൂടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം ഒരു വർഷം കൊണ്ട് ഡബിളായി തിരിച്ചു നൽകിയതായിട്ട് കാണാം. എന്നാൽ ഗോദ്രേജ് കൺസ്യൂമറും ഗോദ്രേജ് അഗ്രോവെറ്റും മോശമല്ലാത്ത ഒരു ഡീസൻറ്റ് റിട്ടേൺ നൽകിയെന്ന് നമുക്ക് സമാധാനിക്കാം. എന്നാൽ ആസ്റ്റക് ലൈഫ് സയൻസ് മാത്രമാണ് ഈ മാർക്കറ്റിനെ അണ്ടർ പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ കമ്പനി ഇതേപോലെ രണ്ടാവുകയാണ്, അല്ലാതെ വിഭജിക്കപ്പെടുകയാണ് എന്നുള്ള വാർത്ത മാർക്കറ്റ് ഒരു പോസിറ്റീവായി കാണുന്നതിൻ്റെ ലക്ഷണമാണ് നമുക്ക് ഈ സ്റ്റോക്കുകളിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ വളറ്റിലിറ്റി വളരെ ഹൈ ആയിരുന്നു. നമുക്കറിയാം, നിഫ്റ്റിയൊക്കെ വൻതോതിൽ ഉയരുകയും താഴുകയൊക്കെ ചെയ്ത സമയത്ത് പോലും ഈ സ്റ്റോക്കുകളിൽ ഒരു 1% അപ്സൈഡ് മൂവാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഒരു ന്യൂസിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ വിഭജനത്തിൽ വന്ന രണ്ടാമത്തെ ഗ്രൂപ്പായിട്ടുള്ള ഗോദ്രേജ് എൻ്റർപ്രൈസസ് ഗ്രൂപ്പ്, ആ കമ്പനിയിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനി എന്ന് പറയുന്നത് ഗോദ്രേജ് ബോയ്സ് എന്ന് പറയുന്ന കമ്പനിയും അതിൻ്റെ അഫിലിയേറ്റഡ് കമ്പനികളുമാണ്. ഈ കമ്പനികളൊന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഗോദ്രേജ് എൻ്റർപ്രൈസസ് ഗ്രൂപ്പിനെ നയിക്കാൻ പോകുന്നത് ജാംഷെദ് ഗോദ്രേജ് ആയിരിക്കും. അദ്ദേഹമായിരിക്കും അതിൻ്റെ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറും. അതുപോലെ നൈരിക ഹോൾക്കർ എന്ന് പറയുന്ന ഈ സ്മിതയുടെ മകളായിട്ടുള്ള 42 വയസ്സുള്ള മകളാണ് ഈ നൈരിക ഹോൾക്കർ. അവരായിരിക്കും ഈ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടും പ്രവർത്തിക്കുക. അപ്പോൾ സ്മിത എന്ന് പറയുന്നത് ജംഷദിൻ്റെ സിസ്റ്ററാണ്. ആ സിസ്റ്ററുടെ മകളാണ് നൈരിക ഹോൾക്കർ. അപ്പോൾ ഗോദ്രേജ് ബോയ്സ് MFG കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി ഗോദ്രേജ് ഗ്രൂപ്പിൻ്റെ ഒരു മുൻനിര കമ്പനിയാണ്. ഈ 1897 രൂപീകരിച്ചു എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയാണ്. മഹാരാഷ്ട്രയിലെ ബോംബെയിൽ സ്ഥാപിതമായ ഈ ഗോദ്രേജ് ബോയ്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി എയറോസ്പേസ്, പ്രതിരോധം, ക്ലീൻ എനർജി, റെയിൽവേ, ഓട്ടോമോട്ടീവ് തുടങ്ങി നിർണായക വ്യവസായങ്ങൾക്ക് ആവശ്യമായ സങ്കീർണവും ഇഷ്ടാനുസൃതവുമായിട്ടുള്ള ഒരു എൻജിനീയറിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. കൂടാതെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതടക്കം 10 വ്യവസായങ്ങളിൽ സാന്നിധ്യമുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ ഗോദ്രേജ് ബോയ്സ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഇപ്പോഴത്തെ ഈ വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഈ ഗോദ്രേജ് എൻ്റർപ്രൈസസ് ഗ്രൂപ്പിന് അവരുടെ നിയന്ത്രണത്തിൽ ഒരു സുപ്രധാന പ്രോപ്പർട്ടി കൂടി അവർക്ക് ലഭിക്കുന്നുണ്ട്. ബോംബെയിലെ വിക്രോലി എന്ന് പറയുന്നത് സബർബൻ പ്രദേശത്ത്, അവിടെയും അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന 3400 ഏക്കർ ഭൂമി അത് അവരുടെ സ്വന്തമാകാൻ പോവുകയാണ്. കാരണം 2ാം ലോക യുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇപ്പോഴത്തെ ഗോദ്രേജുമാരുടെ ഒരു ഗ്രാൻഡ് ഫാദറായ ഫിറോസ് ഷാ ഗോദ്രേജ് വാങ്ങിയ ഭൂമിയാണത്. ഈ ലാൻഡ് ഡെവലപ്പുമായി ബന്ധപ്പെട്ട് 2 വർഷം മുമ്പ് ഗോദ്രേജ് പ്രോപ്പർട്ടീസും ഈ ഗോദ്രേജ് ബോയ്സുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ ആ കരാർ പ്രകാരം ഈ പറയുന്ന ഗോദ്രേജ് പ്രോപ്പർട്ടീസാണ് ഈ ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്യുക. അതായത് അതിൻ്റെ കൺസെപ്ച്വലൈസേഷൻ, അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ സെയിൽസ്, അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ ഫ്യൂച്ചർ ഡെവലപ്മെൻ്റ് എല്ലാം ചെയ്യാൻ പോകുന്നത് ഈ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. പക്ഷേ ഈ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത് ഈ ഗോദ്രേജ് ബോയ്സ് ആയിരിക്കും. അതായത് ഈ വിഭജനത്തിൽ വന്ന രണ്ടാമത്തെ കമ്പനിയാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിനെ അത് ബാധിക്കുമോ എന്നൊരു സംശയം പൊതുവേ ഉണ്ട്. കാരണം ഈ ഒരു കോൺട്രാക്റ്റിലൂടെ ഗോദ്രേജ് പ്രോപ്പർട്ടീസിന് ഈ ലാൻഡ് ഡെവലപ്മെൻറ്റിലൂടെ കിട്ടുന്ന റവന്യൂവിൻ്റെ 10% കൊടുക്കാൻ ഈ കരാർ പ്രകാരം ഇവർ ബാധ്യതപ്പെട്ടവരാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു വിഭജനത്തിൽ ഗോദ്രേജ് ബോയ്സും ഈ ലാൻഡും ഗോദ്രേജ് എൻ്റർപ്രൈസസിൻ്റെ കയ്യിലും, ഈ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് അത് ഗോദ്രേജ് ഇൻഡസ്ട്രീസിൻ്റെ കയ്യിലുമാണ്. അപ്പോൾ അവിടെ ഒരു തർക്കത്തിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സ്പ്ലിറ്റ് ഈ കരാറിനെ ബാധിക്കില്ലെന്നും കരാർ തടസ്സമില്ലാതെ സുഗമമായിട്ട് മുന്നോട്ട് പോകുമെന്നുമാണ് ഫാമിലിയുടെ അനൗൺസ്മെൻറ്റിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ അനൗദ്യോഗികമായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുന്നത് ഈ ഒരു വിഭജനത്തിലേക്ക്
ഈ ഫാമിലിയെ നയിച്ചിട്ടുള്ള ഒരു പ്രധാന ഘടകം ഈ ഒരു ലാൻഡുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് എന്നാണ്. എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. ഏതായാലും വലിയ ബഹളങ്ങളില്ലാതെ നടന്ന ഗോദ്രേജിൻ്റെ ഈ ഒരു സ്പ്ലിറ്റ് സ്റ്റോക്കുകളിലെ ഒരു ബെറ്റർ മാനേജറിയൽ ഒരു ഗവേണൻസ് ഉണ്ടാകാൻ സഹായിക്കും എന്നാണ് പൊതുവെ മാർക്കറ്റ് വിലയിരുത്തുന്നത്. അതുവഴി ആ കമ്പനികളുടെ ഒരു ബിസിനസ് ഗ്രോത്ത് മുന്നോട്ട് പോകുമെന്നും അതുകൊണ്ട് തന്നെ ലിസ്റ്റഡ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് മാർക്കറ്റ് കാണുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.